2026 മാർച്ച് 12 വ്യാഴം. ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. ആദ്യത്തെ വാർത്താ അപ്ഡേഷൻ. രാജ്യത്തെ LPG പ്രതിസന്ധിയിൽ ആശങ്ക വേണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം. ആളുകൾ തിരക്ക് കൂട്ടി സിലിണ്ടർ ബുക്ക് ചെയ്യുന്നത് തെറ്റിദ്ധാരണയും വ്യാജ വിവരങ്ങളും മൂലമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയ ഉദ്യോഗസ്ഥരും വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും നടത്തിയ പത്രസമ്മേളനത്തിലാണ് ജനങ്ങളോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടത്. ഇന്ത്യയുടെ ആഭ്യന്തര LPG ഉൽപ്പാദനം 25% വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നും വാർത്താസമ്മേളനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയ ഉദ്യോഗസ്ഥർ അറിയിച്ചു. LPGയുമായുള്ള കപ്പലുകൾ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞുവെന്നും 2 ദിവസത്തിനകം അവ ഇവിടെ എത്തുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിൽ മൊത്തം ഉപഭോഗത്തിൻ്റെ 60% LPGയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ 90% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. അതേസമയം രാജ്യത്തെ LPG ക്ഷാമം റെയിൽവേയെയും ബാധിക്കുന്നതായി റിപ്പോർട്ട്. ട്രെയിനുകളിലെ ഭക്ഷണ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാനായി റെയിൽവേ തീരുമാനിച്ചേക്കുമെന്നാണ് വിവരം. ഭക്ഷണം ഉൾപ്പെടെ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് റെയിൽവേ പണം തിരിച്ചു നൽകിയേക്കും. സാഹചര്യം വളരെ മോശമാണെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിശദീകരണം. IRTCയുടെ തന്നെ അടുക്കളയിൽ നിന്നാണ് ട്രെയിനുകളിൽ ഭക്ഷണം തയ്യാറാക്കുന്നത്. LPG ക്ഷാമം രൂക്ഷമായാൽ അറ്റകയായി ഭക്ഷണ വിതരണം നിർത്തിവെച്ചേക്കുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ യാത്രക്കാർ സ്വന്തം നിലയ്ക്ക് ഭക്ഷണം കയ്യിൽ കരുതേണ്ടി വരും. അടുത്ത അറിയിപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വർദ്ധിച്ച ഇന്ധനച്ചെലവ് യാത്രക്കാരിൽ നിന്നും ഈടാക്കാൻ വിമാന കമ്പനികൾ തീരുമാനിച്ചു. ഇന്ധനവില വർധനവ് മൂലം ടിക്കറ്റ് നിരക്കുകൾ ഗണ്യമായി ഉയർത്താനാണ് വിവിധ എയർലൈനുകളുടെ തീരുമാനം. വിമാന ഇന്ധനത്തിന് ബാരലിന് $150 മുതൽ $200 വില ഉയർന്നതോടെയാണ് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ കമ്പനികൾ നിർബന്ധിതരായത്. ന്യൂസിലൻഡിൻ്റെ ദേശീയ വിമാന കമ്പനിയായ എയർ ന്യൂസിലൻഡ് ചൊവ്വാഴ്ച മുതൽ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇന്ധനവില ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിൽ ഇനിയും നിരക്ക് കൂട്ടേണ്ടി വരുമെന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഭ്യന്തര റൂട്ടുകളിൽ ടിക്കറ്റ് നിരക്ക് $10 ഏകദേശം $500 വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ഹ്രസ്വദൂര സർവീസുകൾ $20, ദീർഘദൂര സർവീസുകൾക്ക് $90 എയർ ന്യൂസിലൻഡ് വർദ്ധിപ്പിച്ചത്. യുദ്ധത്തിന് മുൻപ് ബാരലിന് $85 മുതൽ $90 വരെയായിരുന്നു വിമാന ഇന്ധനവില. ഇപ്പോൾ $150 മുതൽ $200 വരെയായി ഉയർന്നതാണ് തീരുമാനത്തിന് കാരണമെന്ന് എയർലൈൻ റോയിട്ടേഴ്സിന് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം പ്രവർത്തന ചെലവ് 60% മുതൽ 70% വരെ വർദ്ധിച്ചതിനാൽ ഇന്ധനത്തിന്മേലുള്ള പരിസ്ഥിതി നികുതി ഒഴിവാക്കണമെന്ന് വിയറ്റ്നാം എയർലൈൻസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കുകൾ പ്രതിമാസം അവലോകനം ചെയ്തു വരികയാണെന്നും വർധനവിന് സാധ്യതയുണ്ടെന്നും കാതെ പസഫിക്കും അറിയിച്ചു. അടുത്ത അറിയിപ്പ്. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ 2ാമത്തെ ഗഡു വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു. മാർച്ച് 11 രാവിലെ മുതലാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് $1000 എത്തി തുടങ്ങിയത്. നേരത്തെ അപ്രൂവൽ ആയിട്ടും പല സാങ്കേതിക കാരണങ്ങളാലും തുക ലഭിക്കാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ തുക ലഭിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. PM കിസാൻ സമ്മാൻ നിധി $2000 22ാമത്തെ ഗഡു വിതരണം മാർച്ച് 13 വൈകുന്നേരം ആരംഭിക്കാൻ പോവുകയാണ്. തുക ലഭിക്കുന്നതിന് കർഷകർ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഗഡു വിതരണത്തിലൂടെ രാജ്യത്തെ ഏകദേശം 10 കോടിയോളം കർഷകർക്ക് 2000 കോടിയിലധികം രൂപയാണ് സർക്കാർ വിതരണം നടത്തുന്നത്. കേരളത്തിൽ മാത്രം ഏകദേശം 25 ലക്ഷത്തോളം കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സാങ്കേതിക കാരണങ്ങളാൽ തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും മുടങ്ങിയ തുക കൂട്ടിച്ചേർത്ത് $4000 ഇത്തവണ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കർഷകർ തങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എത്രയും വേഗം മുൻകൂട്ടി പരിശോധിച്ച് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കേണ്ടതാണ്. അതായത് KYC, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ലാൻഡ് സീഡിംഗ് എന്നീ 3 കാര്യങ്ങൾ കൃത്യമാണെന്ന് കർഷകർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇക്കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടാൽ ആനുകൂല്യം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ തടസ്സങ്ങളൊക്കെ നീക്കി സ്റ്റാറ്റസ് ശരിയാക്കിയാൽ മുടങ്ങിയ ആനുകൂല്യവും പിന്നീട് ലഭിക്കുന്നതാണ്.
ആധാർ അധിഷ്ഠിത വിതരണമായതിനാൽ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. വായ്പാ ആവശ്യങ്ങൾക്കായോ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായോ ബാങ്കിൽ പുതുതായി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആധാർ സീഡഡ് അക്കൗണ്ടായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുവരെ ഗഡുതുക ലഭിച്ച അക്കൗണ്ടുകൾക്ക് പകരം പുതിയ അക്കൗണ്ടുകളിലേക്ക് തുക മാറിയെത്താനും സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫാർമർ ഐ ഡി എടുക്കാൻ സൗകര്യമുണ്ടായിരുന്നെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്യാത്തവർക്ക് തുക ലഭിക്കില്ലെന്ന നേരത്തെ അറിയിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിൽ ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്യാൻ തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ ഫാർമർ ഐ ഡി ഇല്ലാത്തവർക്കും ഇപ്രാവശ്യം ആനുകൂല്യം ലഭിക്കുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.